ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകാൻ തീരുമാനമായിരിക്കുന്നു. അതും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസറിന്റെ ഒക്കെ സഹോദരനടക്കമുള്ള അവരുടെയൊക്കെ ബന്ധുക്കൾക്കൊക്കെ ഇവരൊക്കെ കൊടും ഭീകരരാണ് എന്ന ലോകരാഷ്ട്രങ്ങളൊക്കെ മുദ്രകുത്തിയ ആളുകളാണ്. അവർക്കൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കാണ് ഇത്തരത്തിൽ ഇപ്പോൾ 1 കോടി രൂപ നൽകാനുള്ള തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ സർക്കാർ എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് സ്വാതി. ഈ പാകിസ്ഥാൻ ഭരണകൂടം കഴിഞ്ഞ ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ഇന്ത്യയുടെ ആരോപണങ്ങളെയും തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഭീകരവാദികളുമായി ഒരു ബന്ധമില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്നാൽ അതിന്റെയൊക്കെയും പിന്നാലെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ലഭ്യമാകുന്നത്. ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇത്തരത്തിൽ വാർത്താക്കുറിപ്പിലൂടെ ഈ നഷ്ടപരിഹാര തുക സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ഓരോരുത്തർക്കും 1 കോടി രൂപ വീതം നൽകാനാണ് ഇപ്പോൾ തീർച്ചയായും സ്വാതി, തീർച്ചയായും. കാരണം നമുക്കറിയാം കഴിഞ്ഞയിടയ്ക്ക് അതായത് ഈ ഭീകരർ കൊല്ലപ്പെട്ട് അവരുടെ സംസ്കാര ചടങ്ങിലൊക്കെ തന്നെ പാക് സൈന്യത്തിന്റെ സാന്നിധ്യം അത് തെളിവുകൾ സഹിതം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഇതാ അവർക്കൊക്കെ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തിരിക്കുന്നു സർക്കാർ എന്നുള്ളത്. കാരണം നഗ്നമായിട്ടുള്ള ഒരു അതായത് ഈ ലോകരാഷ്ട്രങ്ങളെയൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത്.